ഇത്രയും വ്യക്തികൾ എന്തെങ്കിലും പരിഹാരം തിലത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണ, എള്ള്, തിലത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് തൈലം എള്ളെണ്ണ തേച്ച്, നല്ലെണ്ണ എന്ന് നമ്മൾ പറയും. എണ്ണകളിൽ ഏറ്റവും ശ്രേഷ്ഠം എള്ളിൻ്റെ എണ്ണയാണ്. അതുകൊണ്ടാണ് എള്ളെണ്ണയ്ക്ക് മലയാളത്തിൽ നല്ലെണ്ണ എന്ന് പറയുന്നത്. നല്ലെണ്ണ, ശുദ്ധമായ നല്ലെണ്ണ എവിടെയെങ്കിലും ആട്ടിയത് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് കുളിക്കുക, പൊക്കിളിൽ ഒഴിക്കുക. കാരണം മണിപൂരക ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം അത് ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴെങ്കിലും ദിവസ സമയങ്ങളിൽ ഒഴിക്കുമ്പോൾ അത് കുറേയേറെ മാറും. പിന്നെ എള്ള് ധാരാളം കഴിക്കുക. വന്യമരത്തിന് പ്രദക്ഷിണം ചെയ്യുക. അത് പ്രത്യേകിച്ച് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ഏഴരശനിയും ശനിദശയും കൂടി ഒരുമിച്ച് അനുഭവിക്കുന്നവരായ ആളുകൾ ഗ്രഹനില അനുസരിച്ച് ആ ശനിദശ തന്നെയുമാണോ ഈ ഏഴരശനിക്കിടയിൽ എന്ന് ഒരു ജ്യോത്സ്യനെ കണ്ട് നോക്കി അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും വന്യമരത്തിന് പ്രദക്ഷിണം ചെയ്താൽ ആ ദോഷം മാറും. വന്യമരത്തിൻ്റെ അരികൾ കൈകളിൽ സൂക്ഷിക്കുക, ഇതൊക്കെ വേണം. ശൈവസിദ്ധനായ തിരുമൂലരുടെ നക്ഷത്രമായിട്ട് പറയുന്നത് അവിട്ട നക്ഷത്രമാണ്. അപ്പോൾ വന്നിക്കുള്ള പ്രാധാന്യം ശനിയുടെ ദോഷത്തിനെ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും പ്രധാനമാണ്. കരിങ്ങാലിയുടെ മാല ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കരിങ്ങാലി വളരെ നല്ലതാണ്. കരിങ്ങാലി വെള്ളം കുടിക്കുക, കരിങ്ങാലി കാതൽ ഗൃഹത്തിൽ സൂക്ഷിക്കുക. രഹസ്യ യോഗങ്ങളിൽ നാഡീജ്യോതിഷത്തിലൊക്കെ പറയുന്ന ഒരു പ്രധാന വിധിയുണ്ട്. ഈ വളരെയേറെ ക്ലേശം വരുമ്പോൾ കരിങ്ങാലിയുടെ കാതലെടുത്തിട്ട് മുറിയിൽ സൂക്ഷിക്കുന്നതിനൊക്കെ പ്രത്യേക വിധികൾ, അതൊക്കെ രഹസ്യ വിധികളാണ്. ആധികാരികമായി പറയുമ്പോഴത് അടുത്ത് പറയേണ്ട, രഹസ്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ എള്ളിൻ്റെ ഉപയോഗം, എള്ളെണ്ണ അഭ്യംഗം എന്ന് പറയും. തല മുതൽ ദേഹം മൊത്തം തേച്ച്, നഖത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് എള്ളെണ്ണ ഒഴിക്കേണ്ടത്, പൊക്കിളിലും. അപ്പോൾ അത് ഏറ്റവും പ്രധാനം. പിന്നെ ദേഹത്ത് തേച്ച് കുളിക്കുന്ന സമയം, അല്ലാതെ കിടക്കുന്നതിന് മുമ്പോ പകൽ സമയങ്ങളോ എപ്പോഴെങ്കിലും എള്ളെണ്ണ മൊത്തം ദേഹത്ത് തേച്ചില്ലെങ്കിലും പൊക്കിളിൽ ഒഴിക്കണം. പൊക്കിളിൽ ഒഴിക്കുന്നത് ഏറ്റവും പരമപ്രധാനമാണ്. മണിപൂരക ചക്രത്തിൽ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ, ശനിദോഷങ്ങളെ ഇല്ലാതാക്കാൻ. ആ ശനിദോഷം എങ്ങനെയാണ് വരുന്നത്? ഈ ജനസംസൃതി കൊണ്ട്, ഈ പ്രത്യേകിച്ച് നീചസമൂഹത്തിലേക്ക്, നീചസമൂഹം എന്ന് പറയേണ്ടത് ഇന്ന് ആസുരികത പരക്കെ കൂടിയിരിക്കുന്ന കാലമാണ്. സാത്വികരിൽ പോലും 80% ആസുരികതയാണ് ഇപ്പോൾ. അത്രമാത്രം ആസുരികത ഈ ഭൂഗോളത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ എവിടെ പോയാലും ഇത്തരക്കാർക്ക് ഇതെല്ലാം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.